ഈ നമ്പറിലേക്ക് ഒരിക്കലും നിങ്ങൾ വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിയേക്കാം. അതെ, നിങ്ങൾ റെഡ് റൂമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്റർനെറ്റിൽ അടക്കം പറയുന്നത് ഡോണ്ട് കോൾ ദിസ് നമ്പർ, ദിസ് ഈസ് എ ടോർച്ചർ റൂം എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെഡ് റൂമിലെ ഭീകരമായ സത്യങ്ങളെ കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഈ റെഡ് റൂം എന്ന് പറയുന്നത് എന്താണ്? ഡാർക്ക് വെബിൽ ഉണ്ടെന്ന് പറയുന്ന ഒരു സീക്രട്ട് ലൈവ് സ്ട്രീമിംഗ് റൂമാണ് റെഡ് റൂം. ഈ റൂമിൽ ആളുകളെ ടോർച്ചർ ചെയ്യുന്നു, ലൈവ് വയലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്, വ്യൂവേഴ്സിനെ പേയ്മെന്റ് കൊടുത്ത് കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാം തന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നില്ലേ? എന്നാൽ ഇതിന് യഥാർത്ഥ തെളിവുകളുണ്ടോ? ആക്ച്വലി ഇന്റർനെറ്റിൽ 3 ലെയേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. ഒന്നാമത്തേത് സർഫേസ് വെബ്, 2 ഡീപ്പ് വെബ്, മൂന്നാമത്തേത് ഡാർക്ക് വെബ്. ആക്ച്വലി ഡാർക്ക് വെബിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കാം, ഫേക്ക് സ്റ്റോറീസ് എല്ലാം ധാരാളം സ്പ്രെഡ് ചെയ്യുന്നു. ആക്ച്വലി റെഡ് റൂം സ്റ്റോറി ഇവിടെയാണ് പോപ്പുലർ ആയത്. ഇതുവരെ റെഡ് റൂം റിയലായി എക്സിറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വെരിഫൈഡ് വീഡിയോസ്, ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എവിഡൻസ്, റിയൽ വിക്ടിം ഐഡന്റിഫൈഡ്. സൈബർ ക്രൈം എക്സ്പേർട്സ് പറയുന്നത് റെഡ് റൂം ഈസ് എ സൈക്കോളജിക്കൽ ഹൊറർ മൈത്ത് ക്രിയേറ്റഡ് ടു സ്കെയർ പീപ്പിൾ എന്നാണ്. പക്ഷേ ഇതിന് പിന്നിൽ ഒരു റിയൽ ഡേഞ്ചർ ഉണ്ട്. ഈ റെഡ് റൂം സ്റ്റോറി ഉപയോഗിച്ച് സ്കാമേഴ്സ് ആളുകളെ വളരെയധികം പാനിക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫേക്ക് നമ്പേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇതിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതാവും, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും സ്കാമേഴ്സൊക്കെ ക്രാക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് നമ്പേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ആളുകളെ വളരെയധികം പാനിക് ആക്കുന്നുണ്ട്. റെഡ് റൂം മിത്ത് ഫേക്ക് ആയിരിക്കാം, പക്ഷെ അത് ഉപയോഗിക്കുന്ന ക്രൈം റിയൽ ആണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇത് അന്ധമായി വിശ്വസിക്കുന്നത്? ഫിയർ സൈക്കോളജി, ഹൊറർ ക്യൂരിയോസിറ്റി. ഹൊററൊക്കെ കാണാനുള്ള വളരെയധികം ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അനന്തമായിട്ട് ഷെയർ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ അന്ധമായി വിശ്വസിക്കുന്നു. നമ്മളിതിൽ പെടാതിരിക്കാൻ എന്ത് സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകളെല്ലാം ഒഴിവാക്കുക, ഡാർക്ക് വെബ് ക്യൂരിയോസിറ്റി ഒഴിവാക്കുക, എല്ലാ ഹൊറർ കണ്ടന്റുകളും ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. അവയർനെസ് വീഡിയോ മാത്രം ട്രസ്റ്റ് ചെയ്യുക. ഇത് നല്ല വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.